ഇന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവരോവ് ഒരു വളരെ വിവാദമുള്ളൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, GCC രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, സുന്നി രാജ്യങ്ങൾ, അവിടുത്തെ രാഷ്ട്രത്തലവന്മാർ, ഈ നമ്മളുടെ മലയാളികൾ താമസിക്കുന്ന ഇതുള്ള വികസിച്ച് ഒരു സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് സുന്നി രാജ്യങ്ങൾ, ഗൾഫ് GCC രാജ്യങ്ങൾ. അവിടുത്തെ രാജാക്കന്മാർക്ക് ദൈവത്തെക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെയാണ് ഭയം എന്നാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന. ഇദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന ഇന്ന് നടക്കുന്ന ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, റഷ്യ ആണ് ഈ വക രാജ്യങ്ങളൊക്കെ തീറ്റിപ്പോറ്റിയിരുന്നത്. അതായത് നശിച്ച് നാറാണക്കല്ലെടുക്കുന്ന രാജ്യങ്ങൾ എന്ന പട്ടികയിൽ വരുന്ന ഇറാൻ, വെനിസുല, ക്യൂബ, ഈ പറഞ്ഞ തകർന്നടിയാറായ അധപതിച്ച് സാംസ്കാരികമായിട്ടും ജനാധിപത്യം ഇല്ലാത്ത, തുല്യത ഇല്ലാത്ത രാജ്യങ്ങളെയൊക്കെ പോരുന്ന രാജ്യമാണ് റഷ്യയും പുടിനും. കാരണം അവരെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയും അവിടെ ഇപ്പോൾ വെനിസുല പോലെയൊക്കെ രാജ്യങ്ങൾ അവരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണയുള്ള രാജ്യമാണ്. എന്നാൽ അവിടുത്തെ ദാരിദ്ര്യം, പട്ടിണി എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഹ്യൂഗോ ഷാവസും പുടിനും സോവിയറ്റ് യൂണിയനും ഒക്കെ പറഞ്ഞത് കേട്ട് നടന്ന് ദാരിദ്ര്യം, പട്ടിണി, ഒരു കിലോ അരി വാങ്ങണമെങ്കിൽ ഒരു ചാക്കിൽ പൈസ കൊണ്ടുപോകണം. അതാണ് അവരുടെ കറൻസിയുടെ വില. അതായത് ലോകത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് മാറി കമ്മ്യൂണിസം എന്നും ഇസ്ലാമെന്നും പറഞ്ഞ് നടന്ന് നശിച്ച രാജ്യങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പുടിൻ ചെന്ന് യുക്രൈനിൽ തലവെച്ച് കൊടുത്തോടുകൂടി വലിയൊരു പ്രശ്നത്തിലാകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ലാവ്റോവിൻ്റെ ആഗ്രഹം അവിടെയുള്ള സാംസ്കാരികമായിട്ട്, അതായത് സിവിലൈസേഷനെ തകർത്തില്ലാണ്ടാക്കണം. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ദുബായ് ആണെങ്കിലും ലോകത്തെ വെല്ലുന്ന പട്ടണങ്ങളും നഗരങ്ങളും വികസനമാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരൊരു സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ മതം വിട്ടു കഴിഞ്ഞു. ഒട്ടനവധി ഇപ്പോൾ പ്രത്യേകിച്ച് UAEയും അതല്ലെങ്കിൽ സൗദി രാജാവൊക്കെ മതം എന്ന് പറഞ്ഞ സാധനം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന കാലഘട്ടമാണ്. നിങ്ങളെങ്ങനെയെങ്കിലും ആ ഒരു പണ്ടത്തെ 1400 വർഷത്തിലേക്ക് പിന്നിലേക്ക് പോകുമെന്നാണ്. കാരണം സ്വയമായിട്ട് പുടിനും ലാവ്റോവും ഒക്കെ അവരുടേതായ ജീവിതങ്ങളാണ് പോകുന്നത്. പക്ഷേ ഇവർക്ക് ആവശ്യം ഷിയ പോലെ, ഈ സിറിയ, ലെബനനൊക്കെ പോലെ നശിച്ച് നാറാണക്കല്ലെടുത്തൂടെ, എന്തിനാണ് അമേരിക്ക പറയുന്നത് കേൾക്കണേന്നാണ് സെർജി ലാവ്റോവ് ഉദ്ദേശിച്ചത്. അത് തന്നെയല്ല, ഇപ്പം ലോകത്ത് നടക്കുന്ന ഇപ്പോൾ വെനിസുലയുടെ പരിപാടി തീർത്തു ട്രംപാണ് അവിടെ ഭരിക്കുന്നത്. ക്യൂബയിൽ ഇപ്പോൾ കറണ്ടില്ല. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യൂബ എന്ന രാജ്യത്ത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥിതിയാണ്. ഇരുട്ടിലാണ് ക്യൂബ. അവരും വഴങ്ങിയിരിക്കുകയാണ്. കാരണം റഷ്യക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റില്ല. ഡിഫൻസ്, അതായത് ഈ റഷ്യ പെട്ടോട് കൂടിയിട്ട് വെനിസുല, സിറിയ, ലെബനോൻ, ക്യൂബ, അടുത്ത ഏരിയയാണ് ഇറാൻ. അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ഇറാൻ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ് ലാവ്റോവ് ഇത് പറയണത്. ഇളക്കി വിട്ട് ഇസ്ലാമിക സഹോദരങ്ങളെയും ഇസ്ലാമിക രാജ്യങ്ങളെയും ഇളക്കി വിട്ടിട്ട് നിങ്ങളെല്ലാവരും ഇറങ്ങ്, എന്നിട്ട് ഈ ഇറാന് വേണ്ടിയിട്ട്. കാരണം സ്വയമായിട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. അവിടുന്ന് സിറിയയിൽ നിന്ന് ഓടിപ്പോണ്ടി വന്നു റഷ്യൻ പട്ടാളത്തിന്. സിറിയയിൽ അത് കഴിഞ്ഞിട്ട് അവിടെ ട്രംപിൻ്റെയും MBSൻ്റെയും സൗദി രാജാവിൻ്റെയും കൂട്ടുകാരനെ കൊണ്ടുവന്നിരുത്തിയേക്കണേ. എന്നിട്ട് പുതിയ പയ്യൻ ജൊലാനി എന്ന് പറഞ്ഞ ആളെ കൊണ്ടിരുത്തിയിരിക്കണേ. അപ്പം എങ്ങനെയെങ്കിലും ഇവിടെ ഒരു ഇസ്ലാമിക ലോകത്തൊരു വിള്ളലുണ്ടാക്കി ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വളരെ വിവാദപരമായിട്ട്. മറ്റാരും അങ്ങനെ പറയില്ല. സെർജി ലാവ്റോവ് പറഞ്ഞിരിക്കുകയാണ്, സുന്നി രാജ്യങ്ങളിലെ അറബ് രാജാക്കന്മാർക്ക് ദൈവത്തെക്കാളും കൂടുതൽ ഭയം ഡൊണാൾഡ് ട്രംപിനെയാണെന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്നത്, സെർജി ലാവ്റോവ്. അത് പുടിൻ ഒരു പരിധി വരെ ഈ ട്രംപുമായിട്ടുള്ളൊരു ചെറിയ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. ലോകത്തിൻ്റെ ഭരണവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രി എങ്ങനെയെങ്കിലും ഇവിടെ ഒരു വിള്ളലുണ്ടാക്കണം, ഇറാനെ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയും. നമുക്കറിയാം, GCC രാജ്യങ്ങൾ ഒരു കാരണവശാലും ഇറാൻ്റെ കൂടെ ചേരാൻ പോകുന്നില്ല. കാരണം അവരുടെ വിശ്വാസം തന്നെ വേറെയാണ്. ഷിയ സുന്നി വിശ്വാസമാണ്. ഇറാൻ വളർന്ന അവർക്ക് തന്നെ വിനയാവുന്നുള്ളത് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും സുന്നി രാജ്യങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പം ഈ ലാവ്റോവിൻ്റെ കൂടെ ലാവ്റോവ് പറയുന്നതും കേട്ട് ഒന്നും സൗദിയോ UAEയോ ഖത്തറോ ബഹ്റിനൊന്നും ഇറങ്ങില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിരുന്നാൽ കൂടി അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നതാണ് ഇന്നത് വിവാദമായി വന്നിരിക്കുന്നത്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതാണ്, ഒരു വിവാദപരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് റഷ്യ നടത്തിയിരിക്കുന്നത്.